ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സാദുൽ മുസ്തഖീങ്ങളിലെ കിതാബു ത്വഹാറയിലെ 3-ാമത്തെ അധ്യായമായ ബാബുൽ ഇസ്തിൻജ, ശുചീകരണം എന്ന അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചത്. അതിലെ 2-3 മസലകൾ നമ്മൾ ചർച്ചയിൽ വന്നു. അദാബുൽ ദുഖൂലിൽ ഖലാ, മലമൂത്ര വിസർജനത്തിനായി കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്ന നിലക്ക് അവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യം പറഞ്ഞു. അതേപോലെ ഇരിക്കേണ്ട രൂപം, അതിൽ ഉള്ള മാതൃക, അതുപോലെ ഇടതുകാല് വെച്ച് കയറണം എന്നുള്ളതും പുറത്തു പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് ചെയ്യണം എന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇടത്തേക്ക് അതിന്മേൽ അവലംബിക്കൽ എന്ന വിഷയത്തിലുള്ള വ്യത്യസ്തമായ ചർച്ചകൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയാണ് എടുക്കാനുള്ളത്. വബുഅ്ദുഹു ഫീ ഫളാഇൻ വസ്തിതാറുഹു വർത്തിയാദുഹു ലിബൗലിഹി മക്കാനൻ റിഖ്വൻ വമസ്ഹുഹു ബിയദിഹിൽ യുസ്റ ഇദാ ഫറഗ മിൻ ബൗലിഹി മിൻ അസ്ലി ദക്കരിഹി ഇലാ റഅസിഹി സലാസൻ വനത്റുഹു സലാസൻ വതഹവ്വുലുഹു മിൻ മൗളിഇഹി ലിയസ്തൻജിയ ഫീ ഗൈരിഹി ഇൻ ഖാഫ തലവ്വുസൻ. 4-5 കാര്യങ്ങളാണ് ഈ വായിച്ചതിൽ ചർച്ചയ്ക്ക് വരുന്നത്. ഒന്നാമതായി വബുഅ്ദുഹു ഫീ ഫളാഇൻ, വബുഅ്ദുഹു അവൻ അകന്ന് പോകലും ദൂരെയാകലും, ഫീ ഫളാഇൻ ഒഴിഞ്ഞ പ്രദേശത്ത്, കെട്ടിടങ്ങളില്ലാത്ത മറയില്ലാത്ത ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് മലമൂത്ര വിസർജനത്തിനായി അവൻ ഇരിക്കുന്നത് എങ്കിൽ ആളുകൾ കാണാത്ത വിധം ജനങ്ങളിൽ നിന്ന് അകന്ന് പോകേണ്ടതുണ്ട് എന്നാണ് ഗ്രന്ഥകർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വലിയൊരു പ്രസക്തിയില്ല. പഴയ കാലത്തൊക്കെ ആകുമ്പോൾ ഒഴിഞ്ഞ പറമ്പിലാണ് മലമൂത്ര വിസർജനത്തിനായി ആളുകൾ തിരഞ്ഞെടുക്കാറുള്ളത്. അത് ഇന്നത്തെ പോലെ ബാത്റൂമുകളൊന്നും ഇല്ല. അപ്പോൾ അത്തരം സ്ഥലത്താണ് ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുന്നതെങ്കിൽ ആളുകൾ കാണാത്ത വിധമുള്ള ഒരു മറ അവൻ സ്വീകരിക്കേണ്ടതുണ്ട്. മറ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണാത്ത വിധം വളരെ ദൂരേക്ക് അകന്ന് ഒഴിഞ്ഞു പോയി അങ്ങനെ ആളുകൾ കണ്ണിൽ പെടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് വേണം അവൻ മലമൂത്ര വിസർജനം നിർവഹിക്കാൻ. അതാണ് വബുഅ്ദുഹു ഫീ ഫളാഇൻ എന്ന് പറഞ്ഞത്. ബുഅ്ദുഹു പറഞ്ഞാൽ ഒരു മുറാദ് ബുഅ്ദുഹു ഹത്താ യുറാ ജിസ്മുഹു, അവൻ്റെ ശരീരം കാണാത്ത വിധം അവൻ ഒഴിയുക, അകന്ന് നിൽക്കുക. ഫീ ഫളാഇൻ, ഫളാ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം, ഫളാ കാലിയായ സ്ഥലം അല്ലെങ്കിൽ മരുഭൂമി, അതൊക്കെ ഫളാ എന്ന് പറയാം. മരുഭൂമിക്ക് ഫളാ എന്ന് പറയാം. അതായത് ഉദ്ദേശിച്ച കെട്ടിടങ്ങളൊന്നുമില്ലാത്ത മരങ്ങളില്ലാത്ത തുറസായി കിടക്കുന്ന സ്ഥലത്തിനാണ് ഫളാ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്ന് പ്രത്യേകമായി ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ നബി വളരെ അകന്നു പോയി. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു പറയുന്നതായിട്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് കാണാം. ഫൻതലഖ ഹത്താ തവാറഅ അന്നി ഫഖല ഹാജതഹു എന്നാണ്. അവർ ഒന്നിച്ച് പോകുമ്പോൾ നബിക്ക് പിന്നെ മൂത്രമൊഴിക്കാനായി അല്ലെങ്കിൽ കാഷ്ടിക്കുവാനായി ഉള്ള വെള്ളം അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ആ വെള്ളവുമായി നബി പോയി. ഹത്താ തവാറ അന്നി, ഞാൻ കാണാത്ത വിധം നബി അവിടുന്ന് മറഞ്ഞു നിന്നു. ഫഖല ഹാജതഹു എന്ന് നബി ആവശ്യം നിർവഹിച്ച് വന്നു. അപ്പോൾ കൂടെയുള്ള ഒരാൾ പോലും കാണാത്ത വിധം നബി തങ്ങൾ മാറിപ്പോയി എന്ന് പ്രത്യേകമായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊരു വ്യക്തിത്വം, ഒരു മാന്യതയുടെ ഭാഗം കൂടിയാണ് അത്. അപ്പോൾ അതൊരു പ്രത്യേകമായി സുന്നത്തായി എടുത്തു പറയുന്നു. അതോടൊപ്പം വസ്തിതാറുഹു, ഇസ്തിത്താർ ഒരു മറ അവൻ സ്വീകരിക്കലും. ഇസ്തിത്താർ സിത്തർ എന്ന് പറഞ്ഞാൽ മറ എന്നാണ്. ഇസ്തതറ മറഞ്ഞു നിന്നു അല്ലെങ്കിൽ മറ സ്വീകരിച്ചു എന്നാണ് ഇസ്തതറ. സിത്താറ് മറ, ഇസ്തതറ മറ സ്വീകരിച്ചു അല്ലെങ്കിൽ മറഞ്ഞ് നിന്നു. അതിലെ മസ്ദറാണ് ഇസ്തിത്താർ. ഇസ്തതറ യസ്തതിറു ഇസ്തിത്താർ. വസ്തിതാറുഹു അവൻ ഒരു മറ സ്വീകരിക്കലും അല്ലെങ്കിൽ മറഞ്ഞ് നിൽക്കലും. അപ്പോൾ ഫളാ അല്ല എങ്കിൽ അവിടെ ഒരു മറയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് അവൻ നിർവഹിക്കേണ്ടത്.
എന്നർത്ഥം. അതും ഹദീസ് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും അവിടുത്തെ മറ്റുള്ളവർ കാണാതിരിക്കുക എന്നത് പ്രധാനമാണല്ലോ. അപ്പോൾ മറ്റുള്ളവർ കാണാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി അയാൾ മറ സ്വീകരിക്കുക എന്നതും പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി തങ്ങൾ അങ്ങനെ പറയുകയും ചെയ്തു, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോകുന്നുവെങ്കിൽ അവൻ ഫല്യസ്തത്തിർ, അവൻ മറഞ്ഞു നിൽക്കട്ടെ. മൻ അത്തൽ ഗായിത ഫല്യസ്തത്തിർ. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അത്തൽ ഗായിത, വല്ലവനും കാഷ്ടിക്കാനായി പോകുന്നുവെങ്കിൽ ഫല്യസ്തത്തിർ, ഒരു മറ അവൻ സ്വീകരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു മറയുള്ള വല്ല ചുമരോ വല്ല മരങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് അവൻ നിർവഹിക്കേണ്ടത് എന്നർത്ഥം. പിന്നെ ആധുനിക ബാത്റൂമിലാകുമ്പോൾ പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. എന്നാലും ഒരു പക്ഷേ എവിടെയെങ്കിലൊക്കെ യാത്രയിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് ചെന്ന് പെടുമ്പോഴൊക്കെ ഒരു പക്ഷേ കക്കൂസൊന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നാൽ ഈ മര്യാദകളൊക്കെ അവൻ പാലിക്കുന്നത് നല്ലതാണ്.